നമസ്കാരം. പാനൂരിൽ പൊട്ടിയ ബോംബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് വിനയാകും. CPM ഭീകര പാർട്ടിയെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വാളും കടാരയും ബോംബും ഒന്നും ഉപേക്ഷിക്കാൻ CPM തയ്യാറല്ലെന്നതാണ് പാനൂരിലെ സംഭവം വിളിച്ചറിയിക്കുന്നത്. CPM ഫാക്ടറികളിൽ ഈ ബോംബുകൾ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ആർക്കെതിരെ എറിയാനാണ് CPM ലക്ഷ്യമിട്ടിരിക്കുന്നത്? സ്നേഹവും കരുതലുമൊക്കെ പോസ്റ്ററിലും ഫ്ലക്സിലും ഒക്കെ നിരത്തി പാർട്ടി ഗ്രാമങ്ങളായ ഫാക്ടറികളിൽ ബോംബുകൾ ഉണ്ടാക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇതിലൂടെ CPM കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഇത് ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടലല്ലേ? എങ്ങനെ CPM-നെ ജനം വിശ്വസിക്കും? CPM പരാജയ ഭീതിയിൽ കലാപത്തിനുള്ള പുറപ്പാടിലാണോ? ഇല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ എന്തിനീ ബോംബുകൾ ഉണ്ടാക്കി? പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ RMP നേതാവും വടകര MLA-യുമായ KK രമയും വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. CPM-നോട് ഷാഫിയും രമയും ചോദിക്കുന്നത് ഈ ബോംബുകൾ ആരെ എറിയാൻ ഉണ്ടാക്കിയതെന്നാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനമാണ് ബോംബ് ഉപയോഗിച്ച് CPM ഉണ്ടാക്കാൻ പോകുന്നതെന്ന് CPM വ്യക്തമാക്കണം. ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയിരുന്നില്ലെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടതെന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. CPM ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ്. പരിശോധനയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകും, ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രസംഗത്തിൽ പുരോഗമനം പറയുമ്പോഴും വാളും കടാരയും ബോംബും ഉപേക്ഷിച്ചുള്ള രാഷ്ട്രീയത്തിന് ഈ 2024-ലും CPM തയ്യാറല്ലെന്ന് തുറന്നു സമ്മതിക്കുന്നതാണ് പാനൂരിലുണ്ടായ സംഭവം. തിരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്കിപ്പോൾ എന്തിനാണ് ബോംബ്? ഈ തിരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്തു സ്വാധീനം ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്? ബോംബ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സാമഗ്രിയായി കൊണ്ടു നടക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് CPM വ്യക്തമാക്കണം, ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു. ബോംബ് ഉണ്ടാക്കിയിട്ട് ഏതായാലും ബാങ്കിലിട്ട് പലിശ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആരായിരുന്നു CPM-ന്റെ ലക്ഷ്യം? UDF പര്യടനം നടക്കാനിരിക്കുന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കരുതലും സ്നേഹവും പോസ്റ്ററിലും ഫ്ലക്സിലും പോരാ, ന്യായീകരിക്കാനാവാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്, ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ ചോരക്കൊതിയിൽ നിന്ന് എന്നാണ് CPM മുക്തമാവുകയെന്ന് KK രമ MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുകയാണ്. കൊലപാതക ഫാക്ടറികളാവുന്ന പാർട്ടി ഗ്രാമത്തിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുകയാണ്. പാനൂർ മുളിയൻതൊടിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ പരിക്കേറ്റ 2 CPM ക്രിമിനലുകളിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതായിരുന്നെന്ന് KK രമ പറയുന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ വടകര മണ്ഡലത്തിൽ ഉടനീളം കലാപം നടത്താനുള്ള ആസൂത്രണമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് ഉറപ്പിക്കാമെന്ന് രമ ആരോപിച്ചിട്ടുണ്ട്. വടകര മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായ KK ശൈലജ തന്നെ മഹാനെന്ന് വിശേഷിപ്പിച്ച TP വധക്കേസ് പ്രതി കൊലയാളി PK കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. കുഞ്ഞനന്ദനും KK ശൈലജയും P ജയരാജനുമൊക്കെ വലിയ അടുപ്പമുള്ള പ്രവർത്തകർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റതെന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്, KK രമ തന്റെ FB പോസ്റ്റിൽ പറയുന്നു. TP കേസിലെ മറ്റു പ്രതികളായ കൊടി സുനി, ജ്യോതി ബാബു, ട്രൗസർ മനോജ് എന്നിവരുമായി ഏറെ അടുത്ത ബന്ധം സൂക്ഷിച്ചവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര മണ്ഡലത്തിൽ കലാപം ആസൂത്രണം ചെയ്യുന്നതെന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുകയാണ്, രമ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വടകരയിലെ RMPI പിന്തുണയ്ക്കുന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി പര്യടനം
കണ്ണൂർ ജില്ലയിൽ കടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജനങ്ങളെയും എതിർ പാർട്ടിക്കാരെയും ആക്രമവും ഭീഷണിയും കൊണ്ട് അടക്കി നിർത്തി വിജയിച്ചു കയറാമെന്ന മൂഢവിശ്വാസത്തിലാണ് ഇന്നും CPM നിലനിൽക്കുന്നത്. ഇത്തരം ആക്രമകാരികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ തിരഞ്ഞെടുപ്പ് മാറണം. ഇപ്പോൾ സ്ഫോടനമുണ്ടായ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല, കണ്ണൂരിലെ പല CPM ഗ്രാമങ്ങളിലും ഇത്തരം ആക്രമ ഫാക്ടറികൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് CPM ശക്തി കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കണമെന്നും സമാധാനപരവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ എന്നും പാർട്ടി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെയോ ആക്രമ പ്രവർത്തനങ്ങളെയോ ഇതുവരെ തള്ളി പറയാത്ത ശൈലജ ടീച്ചർ ഈ സംഭവത്തിലുള്ള തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും KK രമ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പാനൂർ പുത്തൂർ മുളിയാത്തോട്ടിൽ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെടുന്നത്. 3 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. ഒരാളുടെ 2 കൈപ്പത്തികളും അറ്റുപോയതായാണ് വിവരം പുറത്തു വന്നത്. കോഴിക്കോട് മിംസിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. നിർമ്മാണത്തിനിടെ നാടൻ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നന്ദി.